ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ശിവാനന്ദ മഹാരാജ് എഴുതിയ ദിവ്യാനന്ദം 1 അഹിംസ. മനുഷ്യൻ്റെ പുനരുജ്ജീവനത്തിനും ദിവ്യവൽക്കരണത്തിനും ആവശ്യമായ ആദ്യപടി അവൻ്റെ മൃഗീയ സ്വഭാവം മാറ്റുക എന്നതാണ്. മൃഗങ്ങളിലെ പ്രധാനമായ ഗുണം ക്രൂരതയാണ്. അതിനാൽ ജ്ഞാനികളായ ഋഷിവര്യന്മാർ അഹിംസ നിർദ്ദേശിച്ചു. മനുഷ്യനിലുള്ള നിഷ്ഠൂരമായ ക്രൂരമായ മൃഗീയ സ്വഭാവം പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനും ഫലപ്രദമായി പ്രതിരോധിക്കാനുമുള്ള ഉത്തമമായ മാർഗമാണ് അത്. അഹിംസയുടെ പരിശീലനം സ്നേഹം വളർത്തുന്നു. സത്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ വേറൊരു പേരാണ് അഹിംസ. സാർവലൗകിക സ്നേഹമാണ് അഹിംസ. അത് ശുദ്ധമായ സ്നേഹമാണ്. അത് ദിവ്യ പ്രേമമാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ അഹിംസയുണ്ട്. എവിടെ അഹിംസയുണ്ടോ അവിടെ സ്നേഹവും നിസ്വാർത്ഥ സേവനവും ഉണ്ട്. അതെല്ലാം ഒന്നിച്ചു പോകുന്നു. എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരും പ്രവാചകന്മാരും എല്ലാ കാലത്തും എല്ലാ കാലാവസ്ഥകളിലും പറഞ്ഞിട്ടുള്ള സന്ദേശം സ്നേഹവും അഹിംസയും നിസ്വാർത്ഥ സേവനവുമാണ്. പരിപൂർണരായ വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിലും കർമ്മങ്ങളിലും പ്രകടമാകുന്ന ഉത്തമമായ കുലീനമായ ഗുണമാണ് അഹിംസ. മോക്ഷം ലഭിക്കുവാൻ മാത്രമല്ല, നിരന്തരമായ ശാന്തിയും ആനന്ദവും ആസ്വദിക്കാനും ഉതകുന്ന ഒരു മാർഗമാണ് അഹിംസ. ജീവനുള്ള ഒന്നിനെയും വേദനിപ്പിക്കാതിരിക്കുന്നതിലൂടെ മനുഷ്യൻ ശാന്തി നേടുന്നു. ഒരു മതമേ ഉള്ളൂ, അത് പ്രേമത്തിൻ്റെയും ശാന്തിയുടേതുമാണ്. ഒരു സന്ദേശമേ ഉള്ളൂ, അത് അഹിംസ എന്ന സന്ദേശമാണ്. മനുഷ്യൻ്റെ പരമമായ കർത്തവ്യമാണ് അഹിംസ. അഹിംസ അഥവാ ജീവിച്ചിരിക്കുന്ന ഒരു പ്രാണിയെയും വേദനിപ്പിക്കാതിരിക്കുക എന്നത് ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ സുനിശ്ചിതമായി പ്രതിപാദിച്ചിട്ടുള്ള സവിശേഷമായ ഒരു ഗുണമാണ്. അഹിംസ അല്ലെങ്കിൽ അക്രമരാഹിത്യം ഭാരതീയ സംസ്കാരത്തിൻ്റെ പ്രധാന തത്വമായിരുന്നു എന്ന് പുരാതന ഭാരത ചരിത്രത്തിൽ കാണാം. അഹിംസ മഹത്തായ ഒരു ആത്മീയ ശക്തിയാണ്. അഹിംസയുടെ അർത്ഥം: അഹിംസ അല്ലെങ്കിൽ നിരുപദ്രവം ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്ന് സൂചിപ്പിക്കുന്നു. അഹിംസ അല്ലെങ്കിൽ നിരുപദ്രവം എന്നാൽ ഒന്നിനെയും കൊല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, ചിന്തയാലോ വാക്കാലോ പ്രവൃത്തിയാലോ ജീവിച്ചിരിക്കുന്ന ഒരു പ്രാണിയെയും ഏത് വിധേനയായാലും ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ സമഗ്രമായ അർത്ഥം. നിരുപദ്രവമായ മനസ്സും വായും കൈയും അഹിംസയ്ക്ക് ആവശ്യമാണ്. അഹിംസ എന്നാൽ വെറും നിഷേധാത്മകമായ ഒരു നിരുപദ്രവം അല്ല, അത് യഥാർത്ഥമായ വിശ്വസ്നേഹമാണ്. വെറുപ്പിന് പകരം സ്നേഹം നിറഞ്ഞ മനസ്ഥിതിയുടെ വികാസമാണ് അത്. അഹിംസ ശരിയായ ത്യാഗമാണ്. അത് ക്ഷമയാണ്. അഹിംസ ശക്തിയാണ്. അഹിംസ ശരിയായ ബലമാണ്. അഹിംസയുടെ സൂക്ഷ്മ രൂപങ്ങൾ: ജീവനുള്ള ഒരു പ്രാണിയെയും ശാരീരികമായി ഉപദ്രവിക്കാതിരിക്കലാണ് അഹിംസ എന്നാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് അഹിംസയുടെ സ്ഥൂല രൂപമാണ്. ഒരാളെ അവഹേളിക്കുകയോ ആരോടെങ്കിലും യുക്തിരഹിതമായ അനിഷ്ടം കാണിക്കുകയോ മുൻവിധിയോടെ ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കുകയോ മറ്റൊരാളോട് മുഖം ചൊളിക്കുകയോ ഒരാളെ വെറുക്കുകയോ ഒരാളെ അധിക്ഷേപിക്കുകയോ മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കുകയോ പരദൂഷണം പറയുകയോ ദോഷാരോപണം ചെയ്യുകയോ വെറുപ്പ് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അസത്യം പറയുകയോ ഏതോ ഒരു വിധത്തിൽ ഒരാളെ നശിപ്പിക്കാൻ ചെയ്യുന്നത് അഹിംസാവ്രതത്തിൻ്റെ ഭംഗമാണ്. നിഷ്ഠൂരമായും അപമര്യാദയായും ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും ഹിംസയാണ്. യാചകന്മാരോടോ ഭൃത്യജനങ്ങളോടോ താഴ്ന്നവരോടോ നിഷ്ഠൂരമായി സംസാരിക്കുന്നത് ഹിംസയാണ്. മറ്റുള്ളവരുടെ മനസ്സിനെ അംഗവിക്ഷേപം കൊണ്ടോ പ്രകടനം കൊണ്ടോ സ്വരഭേദം കൊണ്ടോ കാരുണ്യമില്ലാത്ത വാക്കുകൾ കൊണ്ടോ വേദനിപ്പിക്കുന്നത് ഹിംസയാണ്. ഒരാളെ അപമാനിക്കുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് അനാദരവോടെ പെരുമാറുകയോ ചെയ്യുന്നത് ക്രൂരമായ ഹിംസയാണ്. മറ്റുള്ളവർ ചെയ്യുന്ന നിഷ്ഠൂര പ്രവൃത്തികൾ അംഗീകരിക്കുന്നത് പരോക്ഷമായ ഹിംസയാണ്. മറ്റൊരാളുടെ വേദന ശമിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടാലും പീഡ അനുഭവിക്കുന്ന ആളുടെ അടുത്തേക്ക് പോകുന്നതിൽ അവഗണന വരുത്തിയാലും അത് ഒരു വിധത്തിലുള്ള ഹിംസ തന്നെയാണ്. ഉദാസീനത പാപമാണ്. പ്രത്യക്ഷമോ പരോക്ഷമോ സുനിശ്ചിതമോ നിഷേധാത്മകമോ ആസന്നമോ വിളംബമോ എല്ലാ വിധത്തിലുമുള്ള നിഷ്ഠൂരത കർശനമായി ഉപേക്ഷിക്കണം. അഹിംസ അതിൻ്റെ ശുദ്ധമായ രൂപത്തിൽ പരിശീലിക്കണം. എന്നിട്ട് ദൈവീകമായി തീരണം. അഹിംസയും ഈശ്വരീയതയും ഒന്നാണ്. അഹിംസ
ബലവാന്റെ ഗുണമാണ്. നിങ്ങൾ അഹിംസ പരിശീലിക്കുകയാണെങ്കിൽ നിന്ദയും ആക്ഷേപവും വിമർശനവും അക്രമവും അനുഭവിക്കേണ്ടതായി വരും. തീവ്രമായ പ്രകോപനം ഉണ്ടായാലും പ്രതികാരം ചെയ്യുകയോ ഈർഷ്യ തോന്നുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് ഒരാളോടും ദുശ്ചിന്ത തോന്നരുത്. നിങ്ങൾ ആരെയും ശപിക്കരുത്. നിങ്ങൾ മനസ്സിൽ കോപം അടക്കി വെക്കരുത്. സത്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവൻ പോലും സന്തോഷത്തോടെ വെടിയുവാൻ തയ്യാറായിരിക്കണം. ആത്യന്തികമായ സത്യം അഹിംസയിലൂടെ മാത്രമേ നേടുവാൻ കഴിയുകയുള്ളൂ. ധൈര്യത്തിൻ്റെ പരാകാഷ്ഠയാണ് അഹിംസ. നിർഭയത്വമില്ലാതെ അഹിംസ ആചരിക്കാൻ കഴിയുകയില്ല. ദുർബലരായ ആളുകൾക്ക് അഹിംസ ആചരിക്കാൻ സാധിക്കില്ല. കഠിനമായ മരണഭയം ഉള്ളവർക്കും സഹനശക്തിയും പ്രതിരോധ ശക്തിയും ഇല്ലാത്തവർക്കും അഹിംസ പരിശീലിക്കുക അസാധ്യമാണ്. ഇത് ബലഹീനമല്ലാത്ത ശക്തിയേറിയ ഒരു കവചമാണ്. അഹിംസ ഊർജ്ജസ്വലരായവരുടെ സ്വഭാവ ഗുണമാണ്. ഇത് ബലവാന്മാരുടെ ആയുധമാണ്. ഒരു മനുഷ്യൻ നിങ്ങളെ വടികൊണ്ടടിക്കുമ്പോൾ പ്രതികാര നടപടിയെക്കുറിച്ചോ ഉപദ്രവിക്കുന്നവരോട് ക്ഷോഭമോ തോന്നരുത്. സമ്പൂർണമായ ക്ഷമയാണ് അഹിംസ. പുരാതന കാലത്തുണ്ടായിരുന്ന ഋഷീശ്വരന്മാരുടെ കർമ്മങ്ങൾ ഓർക്കുക. ഗീതാഗോവിന്ദത്തിൻ്റെ രചയിതാവായ ജയദേവൻ അദ്ദേഹത്തിൻ്റെ കൈകൾ വെട്ടിക്കളഞ്ഞ ശത്രുക്കൾക്ക് അമൂല്യമായ പാരിതോഷികങ്ങൾ നൽകിയതുമല്ലാതെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അവർക്ക് മുക്തി നേടിക്കൊടുക്കുകയും ചെയ്തു. എൻ്റെ ഈശ്വര, അവിടുത്തെ ശത്രുക്കളായ കംസനും രാവണനും അവിടുന്ന് മുക്തി നൽകി. എൻ്റെ ശത്രുക്കൾക്കും അവിടുന്ന് മുക്തി നൽകില്ലേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്. യോഗികളും ഋഷിമാരും മഹാമനസ്കരാണ്. പവഹരി ബാബ പാത്രങ്ങളടങ്ങിയ സഞ്ചി എടുത്തുകൊണ്ട് കള്ളനെ പിന്തുടർന്നു. ഹേ കള്ളനായ നാരായണ, നിങ്ങൾ എൻ്റെ കുടിൽ സന്ദർശിച്ചത് ഞാൻ അറിഞ്ഞില്ല. ദയവ് ചെയ്ത് ഈ സാധനങ്ങൾ സ്വീകരിക്കൂ. കള്ളൻ തികച്ചും അത്ഭുത സ്തബ്ധനായി. അയാൾ ആ നിമിഷം തൻ്റെ ദുസ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് പവഹരി ബാബയുടെ ശിഷ്യനായി. ജയദേവരുടെയും പവഹരി ബാബയുടെയും ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ഓർമ്മിക്കുക. ആ മഹാത്മാക്കളുടെ ആദർശങ്ങളും തത്വങ്ങളും പിന്തുടരണം. അഹിംസയുടെ ക്രമമായ പരിശീലനം. പ്രതികാര ചിന്തകളും വെറുപ്പും മനസ്സിലുയരുമ്പോൾ ശരീരത്തെയും സംഭാഷണത്തെയും നിയന്ത്രിക്കുക. നിഷ്ഠൂരമായ തിന്മ നിറഞ്ഞ വാക്കുകൾ പറയരുത്. വിമർശിക്കരുത്. മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. കുറച്ചു മാസങ്ങൾ ഇത് പരിശീലിച്ച് നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ പ്രതികാര ചിന്ത കുറഞ്ഞ് പ്രകടമാകാനുള്ള സന്ദർഭം ഇല്ലാത്തതുകൊണ്ട് അത് സ്വയം നശിച്ചു പോകും. ശരീരത്തെയും സംഭാഷണത്തെയും ആദ്യം നിയന്ത്രിച്ചില്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ അത്തരം ചിന്തകൾ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാകും. ആദ്യം നിങ്ങളുടെ ഭൗതിക ശരീരം നിയന്ത്രിക്കണം. ഒരു മനുഷ്യൻ നിങ്ങളെ അടിക്കുകയാണെങ്കിൽ ശാന്തമായിരിക്കുക. നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക. ക്രിസ്തുദേവൻ്റെ നിർദ്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ഗിരി പ്രഭാഷണവും അനുസരിക്കുക. യേശുദേവൻ പറയുന്നു, ഒരു മനുഷ്യൻ നിന്റെ ഒരു കവിളത്തടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കുക. ഒരാൾ നിന്റെ കോട്ട് എടുത്താൽ നിന്റെ ഷർട്ടും കൊടുക്കുക. ഇത് തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടാകുന്നതാണ്. പ്രതികാരത്തിൻ്റെ പഴയ സംസ്കാരങ്ങളായ പല്ലിന് പല്ല്, പകരത്തിന് പകരം, കണ്ണിന് കണ്ണ്, ഒരേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുക തുടങ്ങിയതെല്ലാം പ്രതികാരം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. പക്ഷേ നിങ്ങൾ ശാന്തമായി കാത്തിരിക്കുക. അതിനെക്കുറിച്ച് വിചാരം ചെയ്യുകയും ധ്യാനിക്കുകയും ചെയ്യുക. വിചാരം ചെയ്യുക. അപ്പോൾ മനസ്സ് ശാന്തമാകും. രോഷാകുലനായ എതിരാളിയും ശാന്തനാകും. നിങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതികൂലമായ ഒരു ഭാവം അവന് കിട്ടാത്തതാണ് കാരണം. നിങ്ങൾ ഒരു യോഗി മാതിരി നിൽക്കുന്നത് കണ്ട് അവൻ ആശ്ചര്യഭരിതനാവുകയും ഭയപ്പെടുകയും ചെയ്യുന്നു. ക്രമേണ നിങ്ങൾക്ക് അപാരമായ ശക്തി ലഭിക്കും. ആദർശത്തെ മുന്നിൽ വയ്ക്കുക. ഇടറുന്ന കാൽവെപ്പുകളോടെയാണെങ്കിലും ആ ആദർശത്തിലേക്ക് അടുക്കാൻ ശ്രമിക്കൂ. മനസ്സിൽ വളരെ വ്യക്തമായി അഹിംസയുടെയും അതിൻ്റെ അപരിമിതമായ നേട്ടത്തിൻ്റെ രൂപം ഉണ്ടാക്കുക. ശരീരത്തിൻ്റെ നിയന്ത്രണത്തിന് ശേഷം സംസാരം നിയന്ത്രിക്കുക. ഇന്നു മുതൽ ഞാൻ ആരോടും നിഷ്ഠൂരമായി സംസാരിക്കുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക. നിങ്ങൾ 100 പ്രാവശ്യം തോൽക്കുമായിരിക്കും. അതുകൊണ്ടെന്താണ്, വളരെ പതുക്കെ നിങ്ങൾ ശക്തി സംഭരിക്കും. സംഭാഷണം ചെയ്യാനുള്ള പ്രേരണ തടയുക. മൗനം ആചരിക്കുക. ക്ഷമ പരിശീലിക്കുക. അവൻ ഒരു ചെറിയ ആത്മാവാണ്. അവൻ അജ്ഞാനിയാണ്. അതുകൊണ്ട്
അവൻ അങ്ങനെ ചെയ്തു, ഇപ്പോൾ ഞാൻ അവനോട് ക്ഷമിക്കാം. അവനെ അധിക്ഷേപിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ലാഭമാണ് ഉണ്ടാവുക? തെറ്റ് സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ്, ക്ഷമിക്കുക എന്നത് ദൈവീകമാണ് എന്നിങ്ങനെ മനസ്സിൽ പറയുക. പതുക്കെ അഭിമാനം ഉപേക്ഷിക്കുക. മനുഷ്യൻ്റെ വേദനകൾക്ക് മൂലകാരണം അഭിമാനമാണ്. അവസാനമായി ചിന്തകളിലേക്ക് പോയി വേദനിപ്പിക്കുക എന്ന ചിന്തയെ പരിശോധിക്കുക. ആരെയെങ്കിലും വേദനിപ്പിക്കണം എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എല്ലാവരിലും കുടികൊള്ളുന്നത് ഒരേ ആത്മാവാണ്. എല്ലാവരും ഒരു ഈശ്വരൻ്റെ പ്രകടിത രൂപങ്ങളാണ്. വേറൊരാളെ വേദനിപ്പിക്കുന്നതിലൂടെ നിങ്ങൾ സ്വന്തം ആത്മാവിനെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഒരാളെ സേവിക്കുന്നതിലൂടെ നീ നിൻ്റെ സ്വന്തം ആത്മാവിനെ തന്നെയാണ് സേവിക്കുന്നത്. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും സേവിക്കുക. ഒരാളെയും വെറുക്കരുത്, ഒരാളെയും അപമാനിക്കരുത്. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരാളെയും വേദനിപ്പിക്കരുത്. നിന്റെ സ്വന്തം ആത്മാവിനെ തന്നെ എല്ലാ ജീവജാലങ്ങളിലും കാണാൻ ശ്രമിക്കൂ. ഇത് അഹിംസയെ അഭിവൃദ്ധിപ്പെടുത്തും.